അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ കിച്ചൺ പരിചയപ്പെടാൻ പോവാണ്. ഹൗസ് വാമിംഗ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 2 മാസം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കിച്ചൺ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, നമ്മളൊരു വൈറ്റ് ഷെയ്ഡിൽ ഓപ്പൺ കിച്ചണാണ് ചെയ്തിരിക്കുന്നത്. ഗ്ലോസി ഫിനിഷാണ് കിച്ചൺ വന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ തീരുമാനിച്ചിരുന്ന ഒരു വൈറ്റ് കോമ്പിനേഷനാണ് എല്ലാം മൊത്തത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഈ ടൈൽസ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ടി വി യൂണിറ്റ് അങ്ങനെ എല്ലാം നമ്മൾ വൈറ്റ് ഷെയ്ഡിലാണ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ്സ് ഒക്കെ വൈറ്റിൻ്റെ ഷെയ്ഡിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കിച്ചണ് നമ്മൾ വൈറ്റ് ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഓപ്പൺ കിച്ചണിലേക്ക് വരാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ കിച്ചൺ അത് യൂസ് ചെയ്യാറില്ല. അപ്പുറത്ത് നമുക്ക് വർക്ക് ഏരിയ ഉണ്ട്, ഡോറ് തുറന്ന് നമുക്ക് വർക്ക് ഏരിയ കാണാൻ പറ്റും. ആ വർക്ക് ഏരിയയിലാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. എല്ലാം കിച്ചണിലേക്കുള്ള കാര്യങ്ങൾ, കുക്കിംഗ് എല്ലാം വർക്ക് ഏരിയയിലാണ്. കിച്ചൺ അങ്ങനെ യൂസ് ചെയ്യാനുള്ള ഒരു ഷോ കിച്ചൺ പോലെ വെച്ചിരിക്കുന്നതാണ്. പിന്നെ അതിനകത്ത് നമുക്ക് അത്യാവശ്യമുള്ള വലിയ വലിയ പാത്രങ്ങളൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ കിച്ചണിലേക്ക് വരുമ്പോൾ സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാണ് ഇതിന്റെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ. ഇതിന്റെ ടോപ്പ് നമ്മൾ ചെയ്തിരിക്കുന്ന ക്വാർട്സ് എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ വെച്ചിട്ടാണ്. കണ്ടോ, ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ക്വാർട്സ് ആണ് മെറ്റീരിയൽ. ഇത് ഗ്രാനൈറ്റോ ടൈലോ ഒന്നും അല്ല, ക്വാർട്സ് ആണ്. പിന്നെ അതിന്റെ ഒരു താഴത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഗ്ലോസി ഫിനിഷിൽ ഒരു പാനൽ കാണാം. അതിൻ്റെ അകത്ത് നമ്മൾ ഇങ്ങനെ കട്ടിങ് ചെയ്തിട്ട് ഇതിന്റെ അകത്തോടെ സ്ട്രിപ്പ് ലൈറ്റ് വെച്ചേക്കാണ് വാം കളർ, സ്റ്റൈലിഷ് ആവാൻ വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിന്റെ മുകളിലോട്ട് പാനലിംഗ് പോയിട്ടുണ്ട്. നമ്മൾ വുഡിന്റെ ഷെയ്ഡാണ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് പ്ലസ് വുഡ് ഷെയ്ഡ് എന്ന് പറയുമ്പോൾ ഒരു കാണാൻ ഒരു ഭംഗി ഉണ്ടാവും എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ട്, ഇങ്ങനെ ഡോറ് പോലെ കണ്ട് ഇങ്ങനെ ഒരു പാനലിംഗ് ഫുള്ള് ചെയ്തിട്ടുണ്ട്, താഴോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇപ്പൊ ഇവിടെ ഡൈനിങ് ഏരിയയിലേക്ക് എന്തെങ്കിലും ഒരു സാധനം ഡെലിവറി ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പം ഓപ്പൺ ആയതുകൊണ്ട് പിന്നെ എല്ലാം കാണാം, അതിന്റെ ആവശ്യമില്ല, എന്നാലും പറഞ്ഞത് മാത്രമേ ഉള്ളൂ. 3 താഴത്തേക്ക് നമ്മളൊരു 3 ലൈറ്റ്സ് ഇതിന്റെ ഒരു ഭംഗിക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ സെറാമിക് പോട്ടിൽ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റാണ് ചെയ്തിരിക്കുന്നത്. അതൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഇതാണ് കിച്ചണിൽ നിന്ന് പുറത്തോട്ട് കിടക്കുന്ന ഡോറ്. ഇത് വർക്ക് ഏരിയയിലേക്ക് കിടക്കുന്ന ഡോറാണ്. ഇത് നമ്മൾ വുഡിന്റെ ഡോറാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ. കിച്ചൺ നമ്മൾ ചെയ്തിരിക്കുന്നത് കണ്ടറിയാൻ പറ്റും, ഫുൾ സ്പേസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫ്രിഡ്ജ്. അപ്പോൾ ഈ ഏരിയയിലാണ് ഫ്രിഡ്ജിന്റെ യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഹയർ എന്നുള്ള ബ്രാൻഡാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ഇത് മുകളിൽ ഇതിന്റെ ഫ്രിഡ്ജും താഴെ ഫ്രീസറിലും വരുന്ന ഡബിൾ ഡോർ ടൈപ്പ് ഫ്രിഡ്ജാണ്. നല്ല റേറ്റിംഗ് ഉള്ള 3 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഫ്രിഡ്ജാണിത്. കിച്ചണിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ മറൈൻ പ്ലേയുടെ 710 ഗ്രേഡ്, ഏറ്റവും കൂടിയ ക്വാളിറ്റി കൂടിയ ഗ്രേഡുള്ള പ്ലൈ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അതിൽ നമ്മൾ ഗ്ലോസി ഫിനിഷാണ് ചെയ്തിരിക്കുന്നത്. എഡ്ജ് ബാൻഡ് ഒക്കെ നമ്മൾ PVCയുടെ എഡ്ജ് ബാൻഡ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഹാൻഡിൽസ് നമ്മൾ ഇതിൽ തന്നെ ഇൻബിൽട്ട് ആയിട്ട് വരുന്ന ടൈപ്പ് പ്രൊഫൈൽ ഹാൻഡിൽ വെച്ചിരിക്കുന്നത്. സെപ്പറേറ്റ് ഹാൻഡിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇപ്പം ആരും അങ്ങനെ ചെയ്യാറില്ല, വൃത്തികേടാണ് അത്, കാരണം കാണുമ്പോൾ തന്നെ തള്ളി നിൽക്കും. അപ്പോൾ ഇതാകുമ്പോൾ പ്രൊഫൈൽ ഹാൻഡിലാകുമ്പോൾ നമ്മൾ ആ പാനലുമേ തന്നെ അല്ലെങ്കിൽ ആ മെറ്റീരിയലുമേ തന്നെ ഫിക്സ് ചെയ്തിട്ടുള്ള ടൈപ്പ് ഹാൻഡിലാണ് വെച്ചിരിക്കുന്നത്. ഹാൻഡിൽ വന്നിരിക്കുന്നത് ഗോൾഡൻ കളർ. അപ്പോൾ വൈറ്റിൽ ഗോൾഡൻ കളർ എന്ന് പറയുമ്പോൾ നല്ലൊരു മാച്ചാണ്, അതുകൊണ്ട് നമ്മൾ ഗോൾഡൻ കളർ തന്നെ സെലക്ട് ചെയ്തത്. പല കളറിൽ അവൈലബിൾ ആണ്, സിൽവർ, ആഷ് കളറൊക്കെ അവൈലബിൾ ആണ്, അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. പക്ഷെ നമുക്ക് ഏറ്റവും മാച്ച് ആയിട്ട് തോന്നിയത് ഗോൾഡ് ആയതുകൊണ്ട് നമ്മൾ ഗോൾഡ് എടുത്തത്. ഇതാണ് നമ്മുടെ ടോൾ യൂണിറ്റ്. എല്ലാവർക്കും ഒരുപാട് യൂസേജ് ഉള്ളൊരു യൂണിറ്റ് ആണ് ഇത്, ടോൾ യൂണിറ്റ്. നമുക്ക് ഒരുപാട് പാത്രങ്ങൾ, അതുപോലെ ഡബ്ബകളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഫില്ലാവുന്ന ഒരു യൂണിറ്റ് ആണ്. ഇതിന്റെ അകത്തൊരു യൂണിറ്റും കൂടി ഉണ്ട്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തുറക്കുമ്പോൾ അറിയാൻ പറ്റും. ഇതിന്റെ അകത്തൊരു സ്റ്റെയിൻലെസ് സ്റ്റീൽ SS-ന്റെ 304 SS-ന്റെ യൂണിറ്റ് ആണിത്. അതുകൊണ്ട് തന്നെ റെസ്റ്റ് ചെയ്യോ കാര്യങ്ങളൊന്നും ഇല്ലായിരിക്കും. ഇതിന്റെ അകത്ത് നമുക്ക് ഇത്രയും സ്പേസ് അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് നമ്മുടെ വെസൽസ് വെക്കാൻ പറ്റും. കാരണം ചെറിയ ചെറിയ ഡബ്ബകളെ വെക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഓട്ടോ ക്ലോസ് ആയതുകൊണ്ട് നമ്മളിങ്ങനെ ജസ്റ്റ് അടച്ചു വിട്ടാൽ മതി, അത് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആയിക്കോളും. ടോൾ യൂണിറ്റ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഹെറ്റിച്ച് എന്നുള്ള ബ്രാൻഡിന്റെയാണ്. മാത്രമല്ല ഇതിന്റെ ഹിഞ്ചസ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഏറ്റവും കൂടിയ ഹെറ്റിച്ച് തന്നെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഒരുപാട് ബ്രാൻഡുകൾ അവൈലബിൾ ആണ്. അതിൽ നമുക്ക് ഏറ്റവും നല്ല ഒരുപാട് അഭിപ്രായം കിട്ടിയ ഒരു ബ്രാൻഡ് ഹെറ്റിച്ച് ആയതുകൊണ്ട് ഹെറ്റിച്ച് തന്നെ സെലക്ട് ചെയ്തതാണ്. പിന്നെ ഈ കാണുന്നതാണ് ഓവൻ വെക്കാനുള്ള സ്പേസ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഓപ്പൺ ഷെൽഫായിട്ട് ചെയ്തിരിക്കുന്ന, ഇതും മറൈൻ പ്ലേ തന്നെ 710 ഫുൾ മെറ്റീരിയൽ മറൈൻ പ്ലേ 710 ഗ്രേഡ് ആണ്. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ഇനി പറയില്ല, എല്ലാ മെറ്റീരിയലും 710 ഗ്രേഡ് മറൈൻ പ്ലേ ഏറ്റവും കൂടിയ മെറ്റീരിയൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഓവൻ വെക്കാനുള്ള സ്പേസ്. പിന്നെ അതിന്റെ മുകളിലൊരു ലിഫ്റ്റപ്പ് ഒരു ഷട്ടർ കൊടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഓട്ടോ ക്ലോസ് ആണ്. നമ്മൾ ഇതിനെ ജസ്റ്റ് എന്തെങ്കിലും ചെറിയ ആ ഒരു ഏരിയ ഫില്ലാവാൻ വേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്ന നമുക്ക് എന്തെങ്കിലും ചെറിയ പാത്രങ്ങളൊക്കെ വെക്കാൻ പറ്റും. അതിൻ്റെ അകത്ത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി, ഓട്ടോ ക്ലോസ് ആയതുകൊണ്ട് ക്ലോസ് ആയി പോയിക്കോളൂ. പിന്നെ വന്നിരിക്കുന്നത് അടുത്ത ഡ്രോയറാണ്, ലിഫ്റ്റപ്പ് വരുന്നത്. കാണാൻ പറ്റും നിങ്ങൾക്ക് ഇങ്ങനെ പ്ലേറ്റ് ബാസ്ക്കറ്റ് കാണാൻ പറ്റും. ഈ യൂണിറ്റ് ചെയ്തിരിക്കുന്നത് ഹെറ്റിച്ചിന്റെ യൂണിറ്റ് ആണ്. ഈ നമ്മളിപ്പോൾ ഇത് കണ്ട ഇത് ഓപ്പൺ ചെയ്ത് പോകുന്ന യൂണിറ്റ് ഹെറ്റിച്ചിന്റെ ആണ്. അല്ലെങ്കിൽ വേറെ കുറഞ്ഞ ബ്രാൻഡ് ചെയ്യുമ്പോൾ ഇത് കംപ്ലൈന്റ് ആയി പോകാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഇത് ഹെറ്റിച്ചിന്റെ ബ്രാൻഡാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് പ്ലേറ്റ്സും കാര്യങ്ങളും പിന്നെ കപ്പ് ആൻഡ് സോസർ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വെക്കാം. നോർമൽ ഷട്ടേഴ്സ് ആണ്. ഇതിന്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റും, ഈ കോർണർ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി 2 ഷട്ടർ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോർമൽ പ്ലേറ്റ് വെച്ചിട്ട് സാധാരണ നോർമൽ ഷട്ടർ ആണിത്. ഇത് നമ്മൾ ഇത് ഓട്ടോ ക്ലോസ് ആണ്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് തട്ടി വിട്ടാൽ മതി, ഓട്ടോമാറ്റിക് ക്ലോസ് ആയിക്കോളും. പിന്നെ ഇവിടെ നോർമൽ ഷട്ടേഴ്സ് ആണ്. കാണാൻ പറ്റും നിങ്ങൾക്ക്, പ്ലേറ്റ്സ് കാര്യങ്ങൾ ഗ്ലാസ്സിൽ ഇരിക്കുന്നത്.
ഓക്കെ. പിന്നെ ഇത് ചിമ്മിനിയുടെ ഏരിയ ആണ്. ചിമ്മിനിയുടെ ഏരിയ കുറച്ചും കൂടി ഭംഗിയാക്കാൻ വേണ്ടി നമ്മൾ ഇതിന്റെ ചിമ്മിനി വരുന്നതിന്റെ രണ്ട് സൈഡ്, റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും നമ്മൾ ഈക്വൽ ഒരു സിമെട്രി കിട്ടാൻ വേണ്ടി ഒരു ഓപ്പൺ ഷെൽഫ് കൊടുത്തിരിക്കുകയാണ്. അത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ വുഡിന്റെ ഷെയ്ഡ് കൊടുക്കണം. ആ ഒരു വൈറ്റ് ആൻഡ് വുഡ് കോമ്പിനേഷൻ മൊത്തത്തിൽ ഫീൽ ചെയ്യാൻ വേണ്ടി ഇവിടെ നമ്മൾ 2 ഓപ്പൺ ഷെൽഫിൽ വുഡ് ചെയ്തേക്കാണ്. അതുമ്പോൾ തന്നെ നമ്മൾ ഒരു സ്പോട്ട് ലൈറ്റുകൾ 2 കൊടുത്തിട്ടുണ്ട്. മേളിൽ LED സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മെയിൻ പാർട്ടായിട്ടുള്ള ചിമ്മിനിയാണ്. ചിമ്മിനി നമ്മൾ ഫൈബറിന്റെ ചിമ്മിനിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ചിമ്മിനിയാണ്. അത്യാവശ്യം നല്ല അഭിപ്രായമൊക്കെ കിട്ടിയ ചിമ്മിനി ആയതുകൊണ്ട് നമ്മൾ ഈ മോഡൽ സെലക്ട് ചെയ്തത്. നല്ല കോസ്റ്റ്ലി ചിമ്മിനിയും കൂടിയാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചിമ്മിനി. ഫൈബർ എന്നുള്ള ബ്രാൻഡിന്റെ ചിമ്മിനിയാണ്. 90 സെന്റിമീറ്ററിന്റെ ചിമ്മിനിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിനകത്ത് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓണാവും. ഓണായി വന്നതിന് ശേഷം നമുക്കിത് സെൻസറാണ്. നമുക്ക് കൈകൊണ്ട് തന്നെ ഇതിന്റെ സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. സൈഡിലേക്ക് നമ്മൾ വേവ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ആവും, ലെഫ്റ്റ് സൈഡിലേക്ക് വേവ് ചെയ്താൽ ഓഫ് ആവും. പിന്നെ ഇതിന്റെ സ്പീഡ് നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതുപോലെ നമുക്ക് വേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ സ്പീഡ് കൈകൊണ്ട് ഇങ്ങനെ കൂട്ടാം. ഒരു പ്രാവശ്യം വേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓഫ് ആവും. കണ്ടോ? ഓഫായി ഇത്. അപ്പൊ നമുക്കിതിനെ സ്വിച്ച് ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ പാനലിൽ ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിത് ജസ്റ്റ് കൈകൊണ്ട് തന്നെ വേവ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന സെൻസറുള്ള ടൈപ്പ് ചിമ്മിനിയാണ്. ഇനി ഇതാണ് നമ്മുടെ ഹോബും ഫൈബറിന്റെയാണ്. ഇത് 3 ബർണറിന്റെ ഗ്ലാസ് ടോപ്പ് വരുന്ന ഹോബാണ്. ഇതിന് 3 ഇത് കൺട്രോളിങ് സ്വിച്ചസ് ഉണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് 3 എണ്ണവും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന 3 ബർണേഴ്സ് ആണ്. 4 ബർണർ വേണ്ടാന്ന് വെച്ചാൽ, കാരണം 4 ബർണർ വെച്ചാൽ നമുക്ക് പാത്രങ്ങൾ തമ്മിൽ പരസ്പരം കൂട്ടിമുട്ടും. അപ്പോൾ അത് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ 3 ബർണർ തന്നെ വെച്ചത്. എന്നിട്ട് നമ്മളൊരു നോർമൽ ഷട്ടറാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ആ സ്പേസ് ഫില്ല് ചെയ്യാൻ വേണ്ടി നോർമൽ ഗ്ലാസോ കാര്യങ്ങളോ പ്ലേറ്റൊക്കെ വെക്കാൻ വേണ്ടിയുള്ളൊരു ഷെൽഫാണത്. നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത സമയത്ത് ഇവിടെ ഒരു വിൻഡോ ആയിരുന്നു. അപ്പോൾ ഒരു 3 പാനലുള്ള വിൻഡോ ആയിരുന്നു വന്നിരുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ഇത്രയും സ്പേസ് നഷ്ടമാവും. മാത്രമല്ല ലോഫ്റ്റ് ഏരിയ ഒക്കെ നമുക്ക് പോകും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്യാന്ന് വിചാരിച്ചു. അതായത് ഇത്രയും ഭാഗം നമ്മൾ ഇത് കോൺക്രീറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ കട്ട വെച്ചിട്ട് അതിന് താഴെ ഭാഗം ഇത്രയും ഏരിയ മാത്രം നമ്മൾ ഗ്ലാസ് ആയിട്ട് ചെയ്തു. അപ്പൊ എന്താ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ള വെട്ടം കിട്ടുകയും ചെയ്യും, ഇത്രയും സ്പേസ് നമുക്ക് ഉപയോഗിക്കാനും പറ്റും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. അപ്പൊ ഇത് പലർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണത്. കാരണം അപ്പൊ അത്രയും സ്പേസ് നഷ്ടമായി. ഇപ്പൊ ചില കിച്ചണിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ കാണാൻ പറ്റും വിൻഡോ കാരണം തന്നെ ഒരുപാട് സ്പേസ് പോകും. അതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഗ്ലാസ് ഇട്ട് ചെയ്യുവാണെങ്കിൽ, ഇതുപോലെ UPVC ഫ്രെയിമിൽ ഗ്ലാസ് ഇട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ള വെട്ടവും കിട്ടുകയും ചെയ്യും. മാത്രമല്ല ഇത്രയും സ്പേസ് ആ ഹൈറ്റ് വരെയുള്ള അത്രയും സ്പേസ് നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. ഇപ്പൊ അത്രയും പാനൽ അവിടെ വരാൻ കാരണം അത്രയും ഷട്ടർ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓപ്പൺ ഷെൽഫും ഈ ചിമ്മിനൊക്കെ നല്ല കറക്റ്റ് സ്പേസിൽ ഇരിക്കാനുള്ള കാരണം ആ ഒരു സ്പേസ് നമുക്ക് അവിടെ കിട്ടിയോണ്ട് മാത്രമാണ്. നമ്മുടെ ടൈല് നമ്മൾ ഇതിനെ മാച്ച് ആവുന്ന ഒരു കളർ കോമ്പിനേഷൻ എടുത്താണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷൻ, ഒരു ഡിസൈൻ ആയതുകൊണ്ട് ഇത് സെലക്ട് ചെയ്തതാണ്. പിന്നെ കുറച്ച് അത്യാവശ്യം സ്ക്വയർ ഫീറ്റ് റേറ്റ് ഉള്ള ടൈലാണിത്. ടൈൽ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ടൈലായിരുന്നു ഇത്. അങ്ങനെയാണ് ഈ ഒരു ടൈൽ സെലക്ട് ചെയ്തത്. അപ്പോൾ ചെയ്തിരിക്കുന്ന നേരത്തെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൽ പറഞ്ഞ പോലെ തന്നെ ക്വാർട്സ് എന്നുള്ള മെറ്റീരിയലാണ്. ഇതിപ്പോൾ നാനോ വൈറ്റിനേക്കാളും കുറച്ചുകൂടി കോസ്റ്റ്ലി ആണെങ്കിൽ പോലും നമുക്കിങ്ങനെ കറ പിടിക്കുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ചാടി കഴിഞ്ഞാൽ അത് പോവാതിരിക്കുകയോ ചെയ്യില്ല. നല്ല ക്ലീൻ ചെയ്യാൻ ഈസിയാണ് ഇത് ക്വാർട്സ് ആയതുകൊണ്ട്. പിന്നെ കുറച്ച് കോസ്റ്റ്ലി ആണ്, എന്നാലും നല്ല ക്വാളിറ്റി ഉണ്ട് ഇത് ചെയ്യുമ്പോൾ. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന പോലെ കിച്ചണിലൊരു കെറ്റിൽ വെച്ചിട്ടുണ്ട്. ഇതൊരു ബോഷിന്റെ ക്ലവർ മിക്സ് ആണ് നമ്മൾ മിക്സ് ചെയ്യുന്ന സാധനം. പിന്നെ ഇത് നമ്മുടെ മിക്സിയാണ് പാനസോണിക്കിന്റെ. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതൊരു ഫൈബറിന്റെ എയർ ഫ്രയർ ആണ്. ഇത്രയൊക്കെ ആക്സറീസ് ആണ് നമ്മൾ കിച്ചണിൽ വെച്ചിരിക്കുന്നത്. മുകളിലേക്ക് പോവാണെങ്കിൽ ഇത് മുഴുവൻ ലോഫ്റ്റ്, എല്ലാ ഏരിയയും നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത് നോർമലി ലോഫ്റ്റ് ആണ്, നമ്മൾ തുറന്ന് കാണാൻ പറ്റും. സ്പേസ് ആണ്, ഇതെല്ലാം സ്പേസ് ഉണ്ട്. നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഫില്ല് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇത് കണ്ടോ? ഇങ്ങനെ മുഴുവൻ ലോഫ്റ്റ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും എക്സ്ട്രാ വെസൽസ് ഒക്കെ കാര്യങ്ങളൊക്കെ വലിയ പാത്രങ്ങൾ വെക്കാനായിട്ട് നമുക്ക് ഒരുപാട് സ്പേസിങ്ങിന് അവൈലബിൾ ആണ് ഇവിടെ. കണ്ടോ? കാണാം. പിന്നെ നമുക്ക് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടൊരു ക്രോക്കറി ഷെൽഫ് വേറെ ചെയ്യാൻ താല്പര്യം ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ കിച്ചണിൽ തന്നെ ഒരു ക്രോക്കറി ഷെൽഫിന്റെ ഒരു ഷേപ്പ് നമ്മൾ ചെയ്തു. അപ്പോൾ ഇത് ഫുൾ ചെയ്തിരിക്കുന്ന ഗ്ലാസ് ഡോർസാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് LED സ്പോട്ട് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഗ്ലാസ് ആയതുകൊണ്ട്. പിന്നെ ഇതിന്റെ ഔട്ടർ വന്നിരിക്കുന്ന നമ്മുടെ വുഡിന്റെ തന്നെ ഷെയ്ഡാണ്. ആ ഒരു മിക്സ് വരാൻ വേണ്ടി, വൈറ്റ് ആൻഡ് വുഡ് മിക്സ് വരാൻ വേണ്ടി. നമുക്കിത് ഓപ്പൺ ചെയ്താൽ കാണാൻ പറ്റും. ഇതുപോലെ ക്ലിക്ക് ചെയ്ത് അത് ഓപ്പൺ ആയി വരും. ഇതിന്റെ അകത്ത് നമ്മൾ ക്രോക്കറിയിൽ വെക്കുന്ന പോലത്തെ നമ്മുടെ കപ്പ് ആൻഡ് സോസർ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഗ്ലാസിന്റെ ആയതുകൊണ്ട് നമുക്ക് നല്ല ഭംഗി ഉണ്ടാവും കാണാൻ പുറത്തുനിന്ന് കാണുമ്പോൾ. പിന്നെ അതിന്റെ മുകളിൽ നമ്മളൊരു ആർട്ടിഫിഷ്യൽ ക്രീപ്പർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒരു ഷോക്ക് വേണ്ടി ചെയ്തേക്കുന്നതാണ്. ഇനി നമ്മുടെ ബേസ് ഏരിയ ആണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ആക്സസറീസ് കയറി വരുന്നത്. ഇതിന്റെ സ്റ്റാർട്ടിങ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ടോൾ യൂണിറ്റ് കഴിയുമ്പോൾ തന്നെ പിന്നെ നമ്മളൊരു നോർമൽ ഷട്ടറാണ്, നോർമലി പാത്രങ്ങൾ വയ്ക്കുന്ന ഷട്ടറാണ്. പിന്നെ സിങ്കിന്റെ ഏരിയ,
വെള്ളം ഉപയോഗിക്കുന്ന സ്ഥലമായതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ചെയ്യാൻ പറ്റില്ല. നോർമൽ പ്ലെയിൻ ആയിട്ട് ഇട്ടേക്കുന്ന. പിന്നെ ഇതൊരു കോർണർ ഷെൽഫാണ് കണ്ടോ. നമ്മൾ ഇതുപോലെ നോർമൽ ഷട്ടറാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പുറത്തേക്ക് വന്നാലും നോർമൽ ഷട്ടറാണ്, ഒരു കോർണർ ഏരിയ ആണ് വന്നിരിക്കുന്നത്. നമ്മൾ ബാസ്ക്കറ്റ് ചെയ്തിരിക്കുന്ന ഈ ഹോബിന്റെ താഴെ അതിൽ 2 ബാസ്ക്കറ്റ് ഉണ്ടായാലും മേളിലെ ബാസ്ക്കറ്റ് ആണിത്. നമ്മുടെ സ്പൂണ് കാര്യങ്ങളൊക്കെ വെക്കുന്ന ബാസ്ക്കറ്റ് ആണിത്. പിന്നെ അതിന് താഴെയാണ് വേറെ ബാസ്ക്കറ്റ് ഉണ്ട്, അത് കുറച്ച് വലിപ്പമുള്ള പാത്രങ്ങൾ വെക്കാനുള്ള ബാസ്ക്കറ്റ് ആണ്. പിന്നെ ഇതാണ് മസാല റാക്ക്. എല്ലാ കിച്ചണിലും എന്തെങ്കിലും ഈ പറഞ്ഞ ചെറിയ ചെറിയ ഡബ്ബയിലെ മസാലകൾ വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മസാല റാക്കാണിത്. പിന്നെ വരുന്നത് 2 ഡ്രോയേഴ്സ് ആണ്, നോർമൽ ഡ്രോയേഴ്സ്. പ്ലെയിൻ ബാസ്ക്കറ്റ്, മറ്റേ പ്ലെയിൻ ആയിട്ടുള്ള ബാസ്ക്കറ്റ് ഉണ്ട്. പിന്നെ 2 പ്ലെയിൻ ബാസ്ക്കറ്റുകൾ നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ പാത്രങ്ങൾ കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ പ്ലേറ്റ് ആയിട്ടുള്ള ബാസ്ക്കറ്റ് വെച്ചില്ല. കാരണം പ്ലെയിൻ ബാസ്ക്കറ്റ് ഓൾറെഡി നമ്മൾ മുകളിൽ ഇതിന്റെ വോൾ യൂണിറ്റിൽ ചെയ്തിട്ടുള്ളതുകൊണ്ട് നമ്മൾ പിന്നെ ഇവിടെ 2 പ്ലെയിൻ ബാസ്ക്കറ്റ് തന്നെ കൊടുത്തു. ഇത്രയും ആക്സസറീസ് ആണ് നമുക്ക് വരുന്നത്. ലൈറ്റിങ്, സീലിംഗ് കാര്യങ്ങളൊക്കെയാണ്. മേളിൽ നമുക്ക് കാണാൻ ഒരു ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട്. സാധാരണ നോർമൽ സീലിംഗാണ് ചെയ്തിരിക്കുന്നത്. വേറെ ഡിസൈനിങ് കാര്യങ്ങളും കൊടുത്തിട്ടില്ല, അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് കൊടുത്തിട്ടില്ല. പിന്നെ നമ്മൾ 4 LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ നോർമലി ഫാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടിഭാഗത്ത് നമ്മളൊരു സ്ട്രിപ്പ് ചെയ്തിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി. ഇത് കണ്ടോ, ഇതിന്റെ അടിഭാഗത്ത് നമ്മൾ പേസ്റ്റ് ചെയ്തേക്കാണ് LED സ്ട്രിപ്പ്. എന്നിട്ട് അതിലേക്ക് കണക്ഷൻ കൊടുത്തേക്കാം. അപ്പൊ നമ്മളിത് ചെയ്യുമ്പോൾ ഒരു കിച്ചണിലേക്ക് വന്ന് നമ്മൾ സ്വിച്ച് ഇട്ട് കഴിയുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തേക്കുന്നതാണ്. അതിൽ ഈ പറഞ്ഞ ഇതിന്റെ ടൈൽസിന്റെ ഷെയ്ഡും കിച്ചണിന്റെ കളറും തമ്മിൽ മാച്ച് ആവുന്നതുകൊണ്ട് ആ ലൈറ്റിംഗ് ഒരു പ്രത്യേക ഭംഗി ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ 2 സ്പോട്ട് ലൈറ്റ് ഇവിടെ ഓപ്പൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ക്രോക്കറി ഷെൽഫിന്റെ ഉള്ളിലും 4 സ്പോട്ട് ലൈറ്റുകളുണ്ട്. കിച്ചൺ ചെയ്തിരിക്കുന്നത് നമ്മൾ 710 ഗ്രേഡ് മറൈൻ പ്ലേയിലാണ് ചെയ്തിരിക്കുന്നത്. അത് മൊത്തം നമ്മുടെ ബേസ് യൂണിറ്റ് ആണെങ്കിലും ടോൾ യൂണിറ്റ് ആണെങ്കിലും ലോഫ്റ്റ് ആണെങ്കിലും വാൾ യൂണിറ്റ് ആണെങ്കിലും എല്ലാം നമ്മൾ മറൈൻ പ്ലേയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിന്റെ ക്യാബിനറ്റും ചെയ്തിരിക്കുന്ന മറൈൻ പ്ലേയില. സാധാരണ ചെയ്യുന്ന ബഡ്ജറ്റ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ ക്യാബിനറ്റും മാത്രം MDF-ലൊക്കെ ചെയ്തിട്ട് ഷട്ടർ മറൈൻ പ്ലേയിൽ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് ബഡ്ജറ്റ് കുറച്ച് കുറയും. പക്ഷെ എനിക്ക് കിച്ചൺ ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും വെള്ളവും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സ്ഥലമായതുകൊണ്ട് എപ്പോഴും നമ്മൾ ക്വാളിറ്റി കൂടാൻ വേണ്ടി നമ്മൾ അല്ലെങ്കിൽ ലാസ്റ്റിംഗ് കിട്ടാൻ വേണ്ടി എല്ലാം മറൈൻ പ്ലേയിൽ ചെയ്യാൻ നല്ലത്. പിന്നെ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണിത്. നമ്മൾ വലിയ ബഡ്ജറ്റിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ നിന്നോളും. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു കിച്ചൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചണിന്റെ വീഡിയോ. അപ്പോൾ നമുക്ക് ഇനി വീഡിയോകളിൽ ഇനി വേറെ വീഡിയോസ് ഉണ്ട്, വാർഡ്രോബ്സിനെ പറ്റിയുള്ള വീഡിയോസ് ഒക്കെ ഞാൻ ഇനി വരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ അങ്ങനെയാണെങ്കിൽ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്